വീണ്ടും ഇന്ത്യക്കുള്ളിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. നാം ഇത് കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പല ഡ്രോണുകളും നാം നിർവീര്യമാക്കിയിട്ടുണ്ട്. പുതിയ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഈ പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ഡ്രോൺ കണ്ടത്. ആ ഡ്രോണിനെ അപ്പം തന്നെ നിർവീര്യമാക്കി. നമുക്ക് ഡ്രോണിനെ നിർവീര്യമാക്കി പിടിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലുണ്ട്. ഈ മോദെ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്, ഗ്രാമത്തിലാണ് ഈ ഡ്രോൺ കണ്ടെത്തിയത്. അങ്ങനെ ആ ഡ്രോൺ പിടിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഡ്രോണിനകത്ത് ഡ്രോൺ വഹിച്ചുകൊണ്ട് വന്നത് 1 കിലോ മയക്കുമരുന്നാണ്. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു മയക്കുമരുന്ന് 1 കിലോ ആണ് ഈ ഡ്രോണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ഡ്രോൺ വന്നതെന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് അടക്കമുള്ളവർ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, പഞ്ചാബിൽ ഇതിപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. പഞ്ചാബിൻ്റെ ഈ അതിർത്തി പ്രദേശത്ത്, പഞ്ചാബ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി ഡ്രോണുകൾ നമ്മൾ കണ്ടെത്തി. അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ ഡ്രോണുകളെ നിർവീര്യമാക്കി അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന അവസരത്തിൽ ഈ ഡ്രോണുകളിൽ ഉണ്ടായിരുന്നത് മയക്കുമരുന്നും ആയുധങ്ങളുമാണ്. ചെറിയ ആയുധങ്ങളും പിസ്റ്റളുകളും വെടിയുണ്ടകളും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നുമാണ് കണ്ടെത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇന്ന് വ്യാപാരം ചെയ്യുന്നത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലാണ്. അതിലൊന്ന് പഞ്ചാബാണ്. പഞ്ചാബിലെ പക്ഷെ അത് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമാണോ? പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന പാകിസ്ഥാനെ അവിടെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആ യുവാക്കളെ വഴിതെറ്റിക്കുക എന്നത് പാകിസ്ഥാൻ്റെ ഒരു അജണ്ടയായി മാറി. അതെ, തീർച്ചയായിട്ടും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അജണ്ട. പാകിസ്ഥാനിൽ അവർ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഖാലിസ്ഥാൻ വാദം കൊണ്ടുവന്നു. ഈ പാക് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൽ സംഭവിച്ചതുപോലെ തന്നെ കാശ്മീരിൽ നമ്മൾ 80കളുടെ അവസാനമാണ് ഒരു സായുധ കലാപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മിലിറ്റൻ്റായിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് ബുള്ളറ്റുകളും തോക്കുകളും ഉപയോഗിച്ച് കാശ്മീരിനെ രക്തരൂക്ഷിതമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് 89കൾ തൊട്ടാണ് നമ്മൾ കാണുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളെല്ലാം അവിടുന്ന് ഓടി വന്നത് നമുക്കറിയാം 89-90 കാലഘട്ടത്തിലാണ്. പക്ഷേ 1980കളിൽ തന്നെ ഈ ഖാലിസ്ഥാൻ വാദം ഉന്നയിക്കുകയും പഞ്ചാബിനെ ഒരു സംഘർഷഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. ആ പഞ്ചാബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 5 നദികൾ ചേരുന്ന പ്രദേശം എന്നാണ്. ഏറ്റവും നല്ല ജലം കിട്ടുന്ന, ഏറ്റവും ശുദ്ധമായ ജലം കിട്ടുന്ന ഒരു പ്രദേശമാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഞ്ചാബ് ഇപ്പോഴത്തെ ഹരിയാന, പണ്ടത് പഞ്ചാബും ഹരിയാനയും ഒരുമിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഈ കുരുക്ഷേത്രയൊക്കെ വരുന്നത് ആ ഭൂമിയിലാണ്. അവിടെ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധജലവും കൃഷിയും ഒക്കെ, ശുദ്ധജലം ധാരാളമായിട്ട് ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂമിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വളരെ പണ്ട് മുതലേ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ചില ബാഹ്യ വിദേശ ശക്തികളുടെ പിന്തുണയുമുണ്ട്. അമേരിക്കയൊക്കെ അതിനകത്ത് ഇടപെട്ടിരുന്നു. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, ഈ ഏറ്റവും മികച്ച ഗോതമ്പ്, ഏറ്റവും നല്ല പുഷ്ടി നൽകുന്ന ഗോതമ്പ്, സ്വാദിഷ്ടമായ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം പഞ്ചാബാണ്. പഞ്ചാബിലെ ഗോതമ്പിന് വലിയ ഡിമാൻഡുണ്ട്. അത് നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ UP-യിലോ MP-യിലോ ഒക്കെയുള്ള, ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് MP-യിലാണല്ലോ. ഇത്തരം ഡ്രോണുകൾ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് വലിയ പഴക്കമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ആദ്യം ഭീകരത കയറ്റി അയച്ചു നോക്കി. അത് വിലപ്പോകുന്നില്ല. ഖാലിസ്ഥാൻ വാദത്തെ നമ്മൾ അടിച്ചമർത്തി നശിപ്പിച്ച് കൈ കൊടുത്തു. അപ്പോൾ അത് നടപ്പാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ ഈ മയക്കുമരുന്ന് ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വളരെ വലിയ തോതിൽ കയറ്റിവിടാൻ തുടങ്ങിയത്. അത് മുമ്പ് പലപ്പോഴും ഈ പറയുന്നത് പോലെ അതിർത്തി കടത്തി കൈവശം വെച്ച് അതിർത്തി കടത്തി കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അത് പലപ്പോഴും പിടിക്കുകയും വലിയ തോതിൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു.
അതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇതെല്ലാം കൈമാറ്റം ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഡ്രോണുകളെ ഉപയോഗിക്കുകയാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയത് അവിടെയാണ്. നമ്മുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമാണ് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ വളരെ കൃത്യമായിട്ട് പിടിച്ചെടുക്കാനും അതിനെ നിർവീര്യമാക്കാനും അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഏത് തരത്തിലുള്ള ഡ്രോൺ ആണെങ്കിലും ശരി, അത് നമുക്ക് കണ്ടെത്തി കൃത്യമായിട്ട് അത് നിർവീര്യമാക്കി പിടിച്ചെടുത്ത് ഈ പറയുന്നത് പോലെ അതിനെ നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഈ ഒളിയുദ്ധം ഇതൊരു തരം നിഴൽ യുദ്ധമാണ്. അത് കാശ്മീരിലാകട്ടെ, പഞ്ചാബിലാകട്ടെ, രാജസ്ഥാൻ അതിർത്തിയിലാകട്ടെ, ഗുജറാത്ത് തീരത്താകട്ടെ, അവർ വലിയ തോതിൽ ഈ നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ ടൺ കണക്കിന് മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. നിസാര കിലോ ഒന്നുമല്ല, ടൺ കണക്കിന് മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. അതുപോലെ ഈ കടൽ മാർഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയുടെ തെക്കൻ തീരത്തേക്ക് കൊണ്ടുവരുന്നത്, ലക്ഷദ്വീപ് പോലെയുള്ള ദ്വീപുകളിൽ ഇത് രഹസ്യമായിട്ട് കൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, ഇതൊക്കെ നമ്മൾ വലിയ തോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കടൽ വഴിയും കരവഴിയും അന്തരീക്ഷം വഴിയും ഈ മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തിക്കാനും അതിലൂടെ ചെറുപ്പക്കാരുടെ വീര്യം, അവരുടെ വളർച്ച, അതൊക്കെ നശിപ്പിച്ച് നമ്മുടെ ഭാവി എപ്പോഴും ചെറുപ്പക്കാരിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ മുന്നിലാണ് എന്ന് പാശ്ചാത്യ ലോകം പറയുന്നതിൻ്റെ കാരണം, ഇന്ത്യ ചെറുപ്പക്കാരുടെ നാടാണ്, വൃദ്ധന്മാരുടെ നാടല്ല. ചൈന അങ്ങനെയല്ല, വൃദ്ധന്മാരുടെ നാടാണ്. നമുക്ക് ഇവിടെ ശരാശരി ദൈർഘ്യം എന്ന് പറയുന്നത് 70 വയസ്സിനടുത്താണ്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് നിൽക്കും, സ്ത്രീ ആയാലും പുരുഷനായാലും. ചൈനയിൽ അത് വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, ചെറുപ്പക്കാർ അവരുടെ മൊത്തം ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചാൽ നമ്മുടെ ഉൽപ്പാദന രംഗം നശിക്കും, ഉൽപ്പാദന മേഖല നശിക്കും. അതിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച തടയാൻ സാധിക്കും. ഇത് പാകിസ്ഥാൻ ആണ് ഇതിൻ്റെയൊക്കെ. ഇത് പ്രത്യേകിച്ച് ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അവസാന ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടായ നീക്കങ്ങളിൽ മൊത്തം ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഡ്രോണിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് എങ്ങനെ ഇന്ത്യക്ക് ഒരു തരണം ചെയ്യാൻ കഴിയും? അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡ്രോൺ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആരാ, സപ്ലൈ ചെയ്തിരിക്കുന്ന ആരാ? ചൈനയും തുർക്കിയുമാണ്. ചൈനയേക്കാൾ കൂടുതൽ തുർക്കിയാണ് അവിടെ 100 കണക്കിന് ഡ്രോണുകൾ കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തത് പാകിസ്ഥാൻ. അതൊട്ട് നമുക്ക് നേരെ ഉപയോഗിച്ചതിനെല്ലാം നമ്മൾ നശിപ്പിച്ചു. ഈ ബാക്കിയുള്ളതിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് കടത്താൻ, അഫ്ഗാനിലും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, അവിടെ കൃഷി ചെയ്തെടുക്കുന്ന മയക്കുമരുന്ന് അവിടെ നിന്ന് കടത്തി പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് ഇത് പല രൂപത്തിലാക്കി മാറ്റിയിട്ട് ഡ്രോണുകളിലൂടെ ഇത് വെച്ച് അതിർത്തി കടത്തുന്നു. പക്ഷെ നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടേത് വളരെ ശക്തമാണ്. പറയുന്ന പോലെ നമ്മുടെ റഡാർ സിസ്റ്റം വളരെ ക്ലിയറാണ്. ഏറ്റവും താഴ്ന്ന് പറന്ന് വരുന്ന ഒരു ഡ്രോണിനെ പോലും നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കടത്ത് വലിയ രീതിയിൽ ഇന്ത്യയിൽ വിജയിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ്.